ഗൈസ് മൈ സ്കൂൾ ട്രിപ്പ് വീഡിയോ. നമ്മൾ സ്കൂൾ ട്രിപ്പിൻ്റെ ഡേറ്റിൻ്റെ തലേ ദിവസമാണ് ഞാൻ തീരുമാനിക്കുന്നത് ഓക്കെ ട്രിപ്പിന് പോകാമെന്നുള്ളത്. സോ ഭയങ്കര ചടപടയെന്ന് ഉറപ്പായിരുന്നു ലഗേജ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ. സോ എൻ്റെ ഫ്രണ്ട്സിന് ആർക്കും ഐഡിയ ഉണ്ടായിരുന്നില്ല ഞാൻ വരുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ തന്നെയായിരുന്നു. ലാസ്റ്റ് മിനിറ്റാണ് ഡിസിഷൻ ചേഞ്ച് ആക്കിയത്. സോ അങ്ങനെ നമ്മൾ രാവിലെ തന്നെ എല്ലാവരും റെഡിയായി നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ വന്നുകൊണ്ട് സർപ്രൈസ് ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളെല്ലാവരും ബസ്സിലൊക്കെ കയറി, കുറച്ചാൾ ഒരു ബസ്സിൽ കുറച്ചാൾ ഒരു ബസ്സിൽ, അങ്ങനെ 2 ബസ്സായിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ട്രിപ്പ് മൂട്ടിലായി, പാട്ടും കാര്യങ്ങളൊക്കെ വെച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ കളിച്ചു. സോ നല്ല അടിപൊളിയായിരുന്നു. നമ്മുടെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ചില മൊമെൻറ്റ്സിൽ ഒന്നാണല്ലോ ഇത്. സോ അങ്ങനെ നമ്മളെല്ലാവരും നല്ല അടിപൊളി വൈബിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തി. അവിടെ നമ്മൾ ഫുഡും കാര്യങ്ങളും കഴിച്ചു, ഫ്രഷപ്പ് ആയി. പിന്നെ നമ്മളെല്ലാവരും കൂടി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. കുറച്ച് ടൈം നമ്മളെല്ലാവരും അവിടെ റിലാക്സ് ചെയ്ത് ഇരുന്നിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് ലോങ് നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ട് തന്നെ എല്ലാവർക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ടയേർഡായിരുന്നു എല്ലാവരും. സോ നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്തു. സോ അങ്ങനെ നമ്മൾ വീണ്ടും ബസ്സിലേക്ക് കയറി കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ ചില്ല് ചെയ്ത് പോയിക്കൊണ്ടുണ്ടായി. ഞാൻ ട്രിപ്പിന് പോകുന്നില്ല എന്ന് ഉറപ്പിച്ചതായിരുന്നു. പിന്നെ ലാസ്റ്റ് മൊമെൻറ്റിൽ ആ ഒരു ഡെസിഷൻ ചേഞ്ച് ചെയ്ത് പോകേണ്ടി വന്നു. സോ അങ്ങനെയാണ് ഗൈസ് എൻ്റെ കഥ. സോ ഇതൊക്കെയാണ് ഗൈസ് എൻ്റെ ഫ്രണ്ട്സ്. സോ എല്ലാവരും ഈ വീഡിയോയിൽ ഇൻക്ലൂഡഡ് ആവണം എന്നില്ല. സോ ഇതിൽ കാണിക്കുന്നതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. ഹലോ അപ്പം നമ്മളൊരു യൂട്യൂബർ കണ്ടിട്ടുണ്ട്, ഫേമസ് യൂട്യൂബർ വ്ളോഗിലേക്ക് നമ്മളെ ക്ഷണിച്ചോണ്ട് വന്നതാണ്. അമ്മ എപ്പോഴാണ് പോകുന്നത്? സോ ഇപ്പം കണ്ട 2 പേരിൽ ഒരാൾ ദേവിക, ഒരാൾ ഹിറാശി. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു ഒന്ന് ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ട്. സോ നമ്മളങ്ങനെ അവിടെ നിന്ന് ഫ്രഷപ്പൊക്കെ ആയി വീണ്ടും നമ്മൾ യാത്ര ആരംഭിച്ചു. ഇതാണ് നമ്രത. സോ ഞാൻ നിങ്ങളെ ഓരോരാളായിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്തി തരാം. സോ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തി. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂർഗാണ്. കൂർഗിൽ നമ്മൾ ബാംബു ഫോറസ്റ്റ് അവിടേക്കാണ് പോകുന്നത്. സോ നമ്മളവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഓരോ വെഹിക്കിൽ ഓരോരാൾ വിളിക്കുന്നുണ്ടായിരുന്നു ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ നേരെ ബാംബു ഫോറസ്റ്റിലേക്ക് പോയി. അവിടെ നിന്ന് കുറേ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ നടന്നെല്ലാം കണ്ടു. ബാംബു ഫോറസ്റ്റിൽ ബാംബു മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ ചെറിയൊരു വാട്ടർഫാള് അങ്ങനെ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു അവിടെ. പിന്നെ നമ്മളിങ്ങനെ നടന്ന് കാര്യങ്ങളൊക്കെ കണ്ട് പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നമ്മളെല്ലാവരും കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സിലാരും കൂടി. ഇതായിരുന്നു ഞാൻ പറഞ്ഞ ഒരു വാട്ടർഫാള്. പിന്നെ നമ്മൾ അതിൽ കീഞ്ഞിട്ടൊന്നുമില്ല, നമ്മളിങ്ങനെ ചുമ്മാ നടന്ന് കാര്യങ്ങളൊക്കെ കണ്ടു. ചേട്ടാ എൻ്റെ ഔട്ട്ഫിറ്റ് ബേർത്ത് പറയുമോ? തൽക്കാലം അങ്ങനെ നമ്മൾ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. ചുമ്മാ നടന്ന് ഇങ്ങനെ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഫുഡ് ബിരിയാണി ആയിരുന്നു ഗൈസ്. സോ നല്ല അടിപൊളി കോഴി ബിരിയാണി. സോ നമ്മളതൊക്കെ കഴിച്ചു എല്ലാവരും കൂടി. അങ്ങനെ നമ്മൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നേരെ ഷോപ്പിങ്ങിലേക്ക് ഇറങ്ങി. അവിടെ ചെറിയ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് മൈസൂർ പാക്ക്, കുറച്ച് ചോക്ലേറ്റ്സ്, അങ്ങനെ ചെറിയ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ നമ്മളെല്ലാവരും ഓരോ വഴിക്കേ പോയി ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ കുറച്ച് ചോക്ലേറ്റ്, മൈസൂർ പാക്ക് അങ്ങനെയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ ഫുഡ് ബാഗ്സ് ഒക്കെ ചെറിയ പൈസ കിട്ടുന്ന ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ നമ്മളതൊക്കെ ഇങ്ങനെ നോക്കി. ഞാൻ ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല. ഈ ഒരു ഗ്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നു, ഞാൻ ചാടി. സോ അതുകൊണ്ട് ഞാൻ പിന്നെ രണ്ടാമത് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അവിടുത്തെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ യാത്ര വീണ്ടും കണ്ടിന്യൂ ചെയ്തു. നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഗോൾഡൻ ടെമ്പിളിലേക്കാണ്. സോ കൂർഗിലെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഗോൾഡൻ ടെമ്പിൾ ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ വിസിറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ നേരെ അങ്ങോട്ട് പോയി. എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് ഗോൾഡൻ ടെമ്പിൾ. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് 3 ബുദ്ധനാണോന്ന്. സോ അങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെ പറയുന്നത് നമ്മളെ സ്വന്തം അനാമികയാണ്. അതാണ് ഇവള്. സോ നമ്മളങ്ങനെ അവിടെ കുറേ ടൈം സ്പെൻഡൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ യാത്ര വീണ്ടും കണ്ടിന്യൂ ചെയ്തു. അവിടെ ഉള്ളിൽ കയറുമ്പോൾ ചെരുപ്പ് ഊരി വെക്കണം. സോ ആ ചെരുപ്പ് ഊരി വെക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, തിരിച്ചത് കിട്ടാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ടാണ് ഗൈസ്. പിന്നെ നമ്മൾ ബസ്സിലേക്ക് വന്നു. പിന്നെ എല്ലാവരും ഓരോ സൈഡിലേക്കായി ഗൈസ്. കുറച്ച് ടയേർഡായി എല്ലാവരും. പിന്നെ നമ്മൾ അന്നത്തെ ദിവസത്തെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒരു വാട്ടർ ഷോ കാണാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. സോ അവിടെ എത്തി കുറേ നടക്കാനുണ്ടായിരുന്നു. സോ നമ്മളതൊക്കെ കഴിഞ്ഞ് നേരെ വാട്ടർ ഷോ കാണാൻ വേണ്ടി പോയി. നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. പാട്ട് വെച്ച്
ഈ ഒരു വാട്ടർ ഷോ കാണാൻ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. സോ നമ്മളെല്ലാവരും അവിടെ നിന്ന് അതൊക്കെ കണ്ടു. പിന്നെ വലിയൊരു ഗാർഡനൊക്കെ ഉണ്ടായിരുന്നു അവിടെ. സോ നമ്മൾ ചുമ്മാ എല്ലാവരും നടന്ന് ഗാർഡനും കാര്യങ്ങളൊക്കെ കണ്ടു. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ അവിടെ തന്നെ ചെറിയ ചെറിയ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫുഡ് സ്ട്രീറ്റ് അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അവിടുത്തെ ഹൈജീൻ വലിയ നല്ലതല്ലാത്തത് കൊണ്ട് നമ്മൾ അവിടുന്ന് ഫുഡും കാര്യങ്ങളൊന്നും ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ ഇതേപോലെ കുറച്ച് ഗ്ലാസും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് വാങ്ങി. എൻ്റെ ഭാഗ്യം ഭയങ്കര വലുതായതുകൊണ്ട് തന്നെ ആ വാങ്ങിയ ഗ്ലാസ് ഞാൻ ബസ്സിലേക്ക് എത്തുമ്പോഴത്തേക്ക് അതിൻ്റെ ബാറ്ററി തീർന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഭാഗ്യക്കേടാണ്. അങ്ങനെ അന്നത്തെ ദിവസത്തെ ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ റൂമിലേക്ക് പോയി ഗൈസ്. റൂമിൽ പോയി നമ്മളെല്ലാവരും ചെക്ക് ഇൻ ചെയ്തു. പിന്നെ ഫ്രഷപ്പ് ഒക്കെ ആയി നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കുറച്ച് ടൈം സംസാരിച്ചു. പിന്നെ കുറച്ച് സ്നാക്ക് ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളതൊക്കെ കഴിച്ച് സംസാരിച്ചിരുന്നു. സോ അതായിരുന്നു നമ്മുടെ ഡേ 1 ഓഫ് സ്കൂൾ ട്രിപ്പ്. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മളെല്ലാവരും എണീച്ച് റെഡിയായി നേരെ പോയിട്ടുണ്ടായിരുന്നത് ബാംഗ്ലൂരേക്കാണ്. സോ ബാംഗ്ലൂർ പോയി നമ്മളവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ നേരെ സ്നോ സിറ്റിയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. രാവിലെ ഫുഡ് കഴിച്ചതിൽ എല്ലാവർക്കും വയറിന് നല്ല രീതിയിൽ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഉച്ചയ്ക്ക് ഫുഡ് നേരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്കും നല്ല രീതിയിൽ പണി കിട്ടി. പിന്നെ നമ്മൾ സ്നോ സിറ്റിയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളെല്ലാവരും അവിടെ നിന്ന് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു സ്നോൻ്റെ ഉള്ളിൽ. പിന്നെ നമ്മൾ ലൈം ടീ കുടിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. വയറിന് പണി കിട്ടിയത് കൊണ്ട് ലൈം ടീ ക്യാൻ ഫിക്സ്. സോ നമ്മൾ അവിടെ നിന്ന് ലൈം ടീയും കാര്യങ്ങളൊക്കെ കഴിച്ച് കുറച്ച് റിലാക്സായി. കുറച്ച് നമ്മളെല്ലാവരും ഒന്ന് ശരിയായ ശേഷമാണ് പിന്നെ നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്തത്. സോ വയറിനെല്ലാവർക്കും നല്ല രീതിയിൽ പണി കിട്ടിയതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. സോ പ്ലാനൊക്കെ ചേഞ്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ച ഡെസ്റ്റിനേഷനൊന്നും പോകാൻ വേണ്ടി പറ്റിയിട്ടില്ല. സോ നമ്മൾ പ്ലാൻ ചെറുതായിട്ട് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ നേരെ ഒരു ടെമ്പിളിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ്. സോ ടെമ്പിളിൻ്റെ പേര് എനിക്ക് നല്ല രീതിയിൽ ഓർമ്മയില്ല ഗൈസ്. സോ ഇതാണ് ആ ഒരു ടെമ്പിൾ. അങ്ങനെ നമ്മളവിടെ പോയി ടെമ്പിളും കാര്യങ്ങളൊക്കെ ചുറ്റി കണ്ടു. സോ അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ തിരിച്ചു വന്നു. തിരിച്ചു വരുന്നതായിരിക്കും നമ്മൾ ഇതേപോലെ വീണ്ടും ചെറിയ ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ചെറിയ സ്ട്രീറ്റൊക്കെ ഉണ്ടായിരുന്നു അവിടെ. സോ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഒരു മാളിലേക്കാണ്. ഇത് ഓറിയോൺ മാളാണ്. സോ നമ്മളെല്ലാവരും മാളിൽ പോയി എല്ലാവരും ഓരോ വൈക്കാണ്. നമുക്കൊരു ടൈം ലിമിറ്റ് തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഇന്ന സ്ഥലത്തേക്ക് എത്തണം എന്ന് പറഞ്ഞിട്ട്. സോ നമ്മൾ മാളിലേക്ക് പോയി കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി. ഈ ഒരു ഡ്രസ്സ് ഞാൻ മാക്സിമം ഇട്ടുപോയിട്ടുണ്ടായിരുന്നതാണ്. സോ എനിക്കിഷ്ടമായി. പക്ഷെ അതിൻ്റെ പ്രൈസ് വന്നിട്ട് 1500 അങ്ങനെ എന്തോ ആണ്. വെറും ടോപ്പിൻ്റെ മാത്രം പ്രൈസ് വന്നിട്ട്. അങ്ങനെ ഞാൻ പിന്നെ ടോപ്പ് പർച്ചേസ് ചെയ്യാനൊന്നുമില്ല. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അൽഫാം, ഞാണ് അങ്ങനെ നല്ല അടിപൊളി ഫുഡ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. സോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. സോ ഹിയർ ഈസ് ദി ഫൈനൽ ഡേ ഓഫ് അവർ സ്കൂൾ ട്രിപ്പ്. സോ രാവിലെ തന്നെ എണീച്ച് സാറുമാരൊക്കെ പോയിട്ട് ഞാനൊരു കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സുഖം ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് ഞാൻ ഒരു കോഫി കുടിച്ചു. പിന്നെ നമ്മളെ ബസ് ഭയങ്കര ദൂരമായിരുന്നു. സോ നമ്മളെല്ലാവരും അങ്ങോട്ടേക്ക് നടന്നാണ് പോയിട്ടുണ്ടായിരുന്നത് നമ്മളെ റൂമിൽ നിന്ന്. സോ നമ്മൾ നേരെ അങ്ങോട്ട് പോയി. അവിടെ നിന്ന് ബസ്സിൽ നമ്മൾ നേരെ വണ്ടർലയിലേക്ക് വന്നു. അതിനു മുമ്പ് നമ്മൾ റൂമിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വണ്ടർലയിലേക്ക് വന്ന് ഫോണും കാര്യങ്ങളൊന്നും അധികം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ വണ്ടർലയിലത്തെ വീഡിയോ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ നേരെ വന്നിട്ടുണ്ടായിരുന്നത് DJ പാർട്ടിക്കാണ്. സോ അവിടെ വന്ന് നല്ല അടിപൊളി DJ ആയിരുന്നു ഗൈസ്. നല്ല രീതിയിൽ നമ്മളെല്ലാവരും എൻജോയ് ചെയ്തു. സോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡും കാര്യങ്ങളും കഴിച്ച ശേഷം തിരിച്ച് നമ്മളെ നാട്ടിലേക്ക് തന്നെ വന്നു.